വിൽപ്പനച്ചരക്കായ മേലങ്കിയുമായിട്ട് യാത്ര തിരിച്ച ഹാഫിദ് അന്നൊരു രാത്രിയിൽ ഒരു ഗുഹയ്ക്കകത്ത് താമസിക്കാൻ കയറുകയാണ്. അപ്പോൾ അവിടെ അദ്ദേഹം ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും ഒരു കുഞ്ഞിനെയും കണ്ടു. ഒരു തണുത്ത രാത്രിയിൽ ആ തണുപ്പിൽ നിന്ന് അകറ്റാൻ അവർക്ക് ആകെ ഒരു മേലങ്കി മാത്രമേ ഉള്ളൂ. അത് ആ കുഞ്ഞിനെ മൂടിയിട്ടുണ്ട്. അവർക്കായിട്ട് മൂടാൻ ഒരു മേലങ്കിയും അവരുടെ അടുത്തുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഹാഫിദിന് ഇത് കണ്ടിട്ട് ഒരു ദയാവായ്പുണ്ടായത്. അദ്ദേഹം തൻ്റെ വിൽപ്പനയ്ക്കായി വെച്ച മേലങ്കി അവർക്ക് സമ്മാനം കൊടുത്തു. അപ്പോൾ ആ മാതാപിതാക്കൾ ഹാഫിദിനോട് നന്ദി പറയുന്നുണ്ട്. നന്ദി പറഞ്ഞ് ഹാഫിദ് പക്ഷേ തിരിച്ച് പത്രോസിൻ്റെ അടുത്ത് പോയി തലകുനിച്ച് പത്രോസിൻ്റെ മുമ്പിൽ ഹാഫിദ് നിൽക്കുകയാണ്. ഞാൻ പരാജയപ്പെട്ടു, വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്ന ചരക്ക് ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. അങ്ങനെ തലകുനിച്ച് നിൽക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, നീ പരാജയപ്പെട്ടവനല്ല, നീ വിജയിച്ചവനാണ്. കാരണം നീ നിസ്വാർത്ഥനാണ്. ഒരു നിസ്വാർത്ഥതയാണ് ഒരു ബിസിനസ്സുകാരന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. അത് നിനക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ നിനക്ക് മറ്റൊരു സമ്മാനം തരാം. ആ സമ്മാനമാണ് ഒരു ദേവദാരു പെട്ടി. ആ പെട്ടിക്കകത്ത് ഏതാനും ചുരുളുകളുണ്ട്, 10 ചുരുളുകൾ. അതിൽ 10 ആശയങ്ങളാണ്. ഈ ആശയങ്ങൾ നീ നിൻ്റെ ജീവിതത്തിൽ പകർത്തിയാൽ നീ ഏറ്റവും വലിയൊരു ബിസിനസ്സുകാരനാവുമെന്നാണ് അന്ന് പത്രോസ് ഹാഫിദിനോട് പറഞ്ഞത്. തൻ്റെ അടുത്ത് ഈ ദേവദാരു പെട്ടി വന്ന കഥയും പിന്നീട് പത്രോസ് പറയുന്നുണ്ട്. പത്രോസിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം ഒരു കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു ജ്ഞാനിയായ മനുഷ്യനെ ഒരു കൊള്ളക്കാർ ആക്രമിക്കുന്ന അദ്ദേഹം കാണുകയാണ്. അദ്ദേഹം ആ മനുഷ്യനെ കൊള്ളക്കാരിൽ നിന്ന് രക്ഷിച്ചു. അപ്പോൾ ആ മനുഷ്യൻ പത്രോസിന് കൊടുത്തൊരു സമ്മാനമാണ് ഈ ദേവദാരു പെട്ടി. അതിനകത്തിരിക്കുന്ന ഈ 10 ചുരുളുകളും അതിലെ ആശയങ്ങൾ പത്രോസ് തൻ്റെ ജീവിതത്തിൽ പകർത്തി ഏറ്റവും വലിയ ഒരു ധനികനായി മാറി. ഈ ഏടുകൾ ഓരോന്നും ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾക്കും ഒരു വലിയ സക്സസ്ഫുൾ ബിസിനസ്മാൻ ആവാമെന്നാണ് ഓഗ് മാൻഡിനോ ദ ഗ്രേറ്റസ്റ്റ് സെയിൽസ്മാൻ ഇൻ ദ വേൾഡ് എന്ന ബുക്കിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ ആശയങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളുടെ സ്വന്തം സഹി സ്റ്റോറീസ്. താങ്ക് യു.